ഗൈസ്, നമ്മളിപ്പം മൗസിറാം പോയിട്ട് നമ്മളെ കിഷോർ ഭായ് കൊണ്ടുപോകുന്ന സേക്രഡ് ഫോറസ്റ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് ഒരുപാട് ഞാൻ സേക്രഡ് ഫോറസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഇവിടെ കാസി ട്രൈബ്സിൻ്റെ വളരെ എന്താ പറയുക സേക്രഡ് പ്ലേസ് ആണ്, അവിടെ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അവിടെ ചെറിയ നമുക്കൊരു ട്രെയിലുണ്ട്, കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റ്, കാരണം നമ്മുടെ ഷില്ലോങ്ങിൽ നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്നായിരുന്നു. സോ സേക്രഡ് ഫോറസ്റ്റ് പോയി നോക്കാം, എന്താ സംഭവം നോക്കാം, എങ്ങനെ കാര്യങ്ങൾ നോക്കാം. അയാൾക്ക് രാമുവിന് വന്നിട്ട് ഈ വീടുകളോട് വല്ലാത്തൊരു ക്രേസാണ്. രാമുവിന് മാത്രമല്ല അവിടെ അമ്മ പറയുന്നുണ്ടായിരുന്നു 2-3 വീടുകളിൽ ഫോട്ടോ എടുത്ത് അയച്ചിരുന്നത്. സോ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഈ വീട് നമ്മുടെയൊക്കെ നാട്ടിലെ വീട് തന്നെയല്ലേ? നിങ്ങൾക്ക് എന്താ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ പിങ്കും വെള്ള നീലൊക്കെ തന്നെ അടിക്കുന്നത്. നിങ്ങളിത് നാട്ടിലാണ് വരുന്നത് എനിക്കറിയില്ല. പിങ്ക് വെള്ള പച്ച. അപ്പൊ എന്തൊക്കെ തന്നെ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ സേക്രഡ് ഫോറസ്റ്റ് എത്താറായി. അതെന്താ നോക്കാം, എങ്ങനെ കഴിയും. നിങ്ങൾ കണ്ടോ കാഴ്ചകൾ, പോകുന്ന വഴിക്കുള്ള അല്ല വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ. നോക്കാം. എന്ത് സൂപ്പർ കാഴ്ചകളല്ലേ. എന്റെ പൊന്നു കുടുംബക്കാരെ, അത് കണ്ടോ? ഈ മേഘം ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കണത് എന്ത് രസമല്ലേ കാണാൻ. അതൊരു ഡിഫറെന്റ് കാഴ്ച കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര അടുത്ത് എന്റെ പൊന്നെ ആവിയുണ്ട്. നമ്മളിതൊക്കെ സേക്രഡ് ഫോറസ്റ്റിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ. ഇവരുടെയൊക്കെ ഡ്രസ്സ് കാണാൻ നല്ല രസമാണ്. നമ്മൾ എന്താ പറയുക, എന്തോ ഒന്ന് ഇങ്ങനെ പുറത്തും കൂടെ ഒക്കെ ഇട്ടിട്ട് ചേട്ടൻ അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. 460 ആണ് ഇവർ പറയണത്, ഇൻക്ലൂഡിങ് പാർക്കിങ്ങും പിന്നെ ഒരു ഗൈഡ് ഉണ്ടാവും. സോ പാർക്കിങ്ങും ഗൈഡും എൻട്രിയും എല്ലാം കൂടി 460 ആണ് ഇവർ പറയണത്. ഇത് വന്നിട്ട് ഈ ട്രക്കിൽ ഫോറസ്റ്റിനകത്ത് ഒരു ഫുൾ ട്രക്ക് അലോഡ് അല്ല, ഇപ്പോൾ ഹാഫ് ട്രക്ക് ആണ്. ഒരു 1 കിലോമീറ്ററോളം ആണ്. 460 രൂപയാണ് വിത്ത് ഗൈഡ് പാർക്കിംഗ് എല്ലാം കൂടി നമുക്ക് വരുന്നത്. ഗൈഡ് മാൻഡേറ്ററി ആണ്, പക്ഷെ ഒരുപാട് പേര് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്താ see this. Guys, ഇത് നല്ല വ്യൂ. കിഷോർ ഭായ്, I love you കിഷോർ ഭായ് को बहुत he is feeling shy. കിഷോർ ഭായ്ക്ക് നാണം വരുന്നു. നമ്മുടെ ഉണ്ണിക്കുട്ടനെ പോലെ, നമ്മുടെ യോധയിലെ ലാലേട്ടനും മനോഹരമായ മൂവി അല്ലേ. കിഷോർ ഭായ്ക്ക് നാണം വന്നു. സാരമില്ല. കിഷോർ ഭായ്, I love you, really love you. Place is nice. ഇത് നമ്മുടെ മേഘാലയയിലെ ട്രാവൽ പ്ലാനറിൻ്റെ കൂടെയുള്ള ലാസ്റ്റ് ദിവസമാണ്. നാളെ തൊട്ട് നമ്മൾ നമ്മുടെ സ്വന്തമാണ്. ജോലി കറക്കം അങ്ങനെ ഇവിടെ വെൽ മാർക്ക്ഡ് ഗൈസ്. വെരി വെൽ മാനേജ്ഡ്, മാർക്ക്ഡ്. Monitoring no plastic is mandatory. Smoking alcohol. Guys, സൂപ്പർ പ്ലേസ് ആണ്. ഈ നമ്മുടെ മേഘാലയയിൽ ഒരുപാട് സേക്രഡ് ഫോറസ്റ്റ് ഉണ്ട്. ഒരുപാട്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടെന്ന് പറയുന്നത് മൗലോങ്, അല്ലെങ്കിൽ MAWPHLANG മപ്ലോങ്. പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, അതാണ് ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞത്. സേക്രഡ് ഫോറസ്റ്റ് അത് നമ്മുടെ ഷില്ലോങ്ങിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്ററോളം മാറി, 25-26 കിലോമീറ്ററോളം വരുന്നുള്ളൂ. അവിടേക്ക് മാറിക്കിടക്കുന്ന ഒരു സേക്രഡ് ഫോറസ്റ്റാണ്. കാസി ട്രൈബ്സിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള, അല്ലെങ്കിൽ അവർ വളരെയധികം ബഹുമാനിക്കുന്ന, അവരുടെ ആൻസിസ്റ്റേഴ്സ് പൂജകൾ നടത്തിക്കൊണ്ടിരുന്ന, പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്ന, പലതരത്തിലുള്ള സാക്രിഫൈസസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു എല്ലാ പോലും ആ കാടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവരുന്ന ആളുടെ ലൈഫിൽ ബാഡ് ലക്ക് ഹണ്ട് ചെയ്യും, അല്ലെങ്കിൽ ബാഡ് ലക്ക് ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് അലൗഡാണ്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക.
നമുക്ക് ഒറ്റയ്ക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഗൈഡ് മാൻഡേറ്ററി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതെ, ഗൈഡ് മാൻഡേറ്ററി ആയിരുന്നു അവിടെ നമ്മൾ ചെന്ന സമയത്ത്. പ്ലസ് ഗൈഡിന് കാശ് കൊടുക്കുക, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് അഡീഷണൽ കാശ് കൊടുക്കണം. നിങ്ങൾ വലിയ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് കാശുണ്ട്, നിങ്ങൾ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് കാശുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള കാശുണ്ട്. പക്ഷേ നമുക്ക് ഗൈഡ് ഇല്ലാണ്ട് ഒരു തരത്തിൽ നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കത്തില്ല. ഈ ഫോറസ്റ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാപ്ലോങ് ആ സാക്കേഡ് ഫോറസ്റ്റിൻ്റെ മൊത്തം വലിപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് 190 മുതൽ 200 ഏക്കർ വരെ വരുന്നുണ്ട്. ഇവിടുത്തെ മരങ്ങൾക്ക് 800 വർഷത്തിന് മേളിൽ വരെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇത് പുറമേക്ക് കാണുമ്പോൾ കുറേ ഒരു പുൽമേട് നമ്മൾ എൻട്രി പോയിൻ്റ് എത്തുന്നു. എൻട്രി പോയിന്റിൽ നമ്മൾ ഗൈഡിനുള്ള പേയ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഗൈഡിനോടൊപ്പം അകത്തേക്ക് വരുന്നു. അത് കുറച്ച് പുൽമേടുകളാണ്. ആ പുൽമേട് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റിനകത്ത്, ആ സാക്രഡ് ഫോറസ്റ്റിനകത്ത് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഒരു പുതിയൊരു ലോകത്തേക്ക് വന്നതുപോലെ, കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു വേൾഡിലേക്ക് വന്ന പോലെ. നമ്മൾ ഇതുവരെ കണ്ടതൊന്നും അല്ല, ഇതിൽ വേറെ എന്തൊക്കെയാണ്, ഇതെന്താണ് പെട്ടെന്നൊരു പുതുമ വരുന്നതെന്നൊരു തോന്നൽ നമുക്ക് തന്നെ സ്വയം തോന്നും. ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് പുള്ളിക്കാരൻ മറ്റൊരു വില്ലേജിൽ നിന്ന് ഇവിടേക്ക് കല്യാണം കഴിച്ച് വന്ന ഒരാളാണ്. പുള്ളി ഞങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചാനലിലേക്ക് ഇടാൻ പാടില്ല. പുള്ളി നമുക്ക് ഡീറ്റെയിൽ എക്സാക്ട്ലി ഓരോ മരവും എന്താണ്, അത് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം ഇൻ കേസ് പുള്ളി പറയുന്നത് എന്തെങ്കിലും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊരാൾ എല്ലാം പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചാനലിലേക്ക് എടുത്തത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് പുള്ളിയുടെ വോയിസ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് ഞങ്ങൾ പറയുന്നത്. പക്ഷെ പുള്ളി ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നോ. ഇത് ഒരു വീഡിയോയിൽ കൂടി കാണിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ വനനശീകരണം, ഓരോ വനങ്ങളും ഓരോ കാടുകളും വെട്ടി വെളുപ്പിച്ച് മനുഷ്യൻ അവൻ്റെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കുന്ന സ്ഥലത്ത് ഈ ട്രൈബൽ പീപ്പിൾ, മേഘാലയയിൽ കുറേ ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ട്രഡീഷൻ്റെ പുറത്ത്, അവരുടെ വിശ്വാസങ്ങളുടെ പുറത്ത് ഒരു ഇല പോലും, ഒരു ചുള്ളിക്കമ്പ് പോലും ആ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നെങ്കിൽ, ഇത്ര നൂറ്റാണ്ടുകളായിട്ട് 800 വർഷം 900 വർഷമൊക്കെ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നെങ്കിൽ അവർ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് വല്ലാത്തൊരു സംഭവം, അത് വല്ലാത്തൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾക്കല്ലേ ചില പള്ളികളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചില അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമുക്ക് തോന്നും, ഓക്കെ, നമുക്ക് ഒരു മനസ്സിന് സമാധാനം വരുന്നു അല്ലേ. അതെന്താ, അവിടെ ഒരു എനർജി സൈക്കിൾ അല്ലെങ്കിൽ ഒരു എനർജി ലെയർ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു എനർജി ലെവലാണ് നമുക്ക് തന്നെ സ്വയം ഉള്ളിലേക്ക് തോന്നുന്നത്. എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നു. അയ്യോ, നമ്മുടെ പെയിനൊക്കെ മാറിയല്ലോ എന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, എനിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് വെട്ടുകാട് പള്ളിയുണ്ട്. ഞാൻ എത്ര സ്ട്രെസ്ഡ് ആയിട്ടിരുന്നാലും വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് മാതാവിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അവിടെ ഒരു പാക്കറ്റ് തിരി കത്തിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ വല്ലാത്തൊരു സമാധാനം. അല്ലെങ്കിൽ ഈ ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായ സമാധാനമാണ്. ഈ സാക്രഡ് ഫോറസ്റ്റിനുള്ളിൽ ഞങ്ങൾ കയറിയപ്പോൾ ചുറ്റും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്, വളരെ പ്ലസൻ്റ് ആയിട്ടൊരു എനർജി വൈബ്രേഷൻസ്, മനസ്സിനൊരു സമാധാനം തോന്നും. അതുപോലെയായിരുന്നു പുള്ളിക്കാരൻ ഓരോ മരത്തെക്കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഓരോന്നിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ ആൻസസ്റ്റേഴ്സ് വർഷിപ്പ് ചെയ്തുകൊണ്ടതിനെ കുറിച്ചിട്ട് ഒക്കെ. അപ്പം അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്രയൊക്കെ വീഡിയോ കൂടി പറഞ്ഞാലും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ചൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു എക്സാക്ട് എനർജി നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ അവിടേക്ക് തന്നെ പോകണം. എങ്ങനെ ഞാൻ പറയുന്നത്, ഗൈഡ് മാൻഡേറ്ററി ആണ്. ഒരു 1 അവർ വരെ, മിനിമം 1 അവർ വരെ ഇത് മൊത്തം കവർ ചെയ്യാനായിട്ട് നമുക്ക് എടുക്കും. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇത് എൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കുറേ മരങ്ങളും അതിൻ്റെ കുറേ ഹിസ്റ്ററീസും അവരുടെ ആൻസസ്റ്റർ സ്റ്റോറീസും ഒക്കെ അറിഞ്ഞതിന് ശേഷം എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു വിഷ് പറയാൻ പറ്റും. അത് പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാ എന്ന വേർഡ് MAW എന്ന് വെച്ചാൽ സ്റ്റോൺ എന്നും, പ്ലാങ് PHLANG, പ്ലാങ് എന്ന മീൻസ് ഗ്രാസ്, അത് നമ്മൾ പുല്ലു എന്നാണ്, മീൻസ് ലാൻഡ് ഓഫ് ഗ്രാസി സ്റ്റോൺസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടുത്തെ ലോക്കൽ കാസി പീപ്പിളിൻ്റെ ആ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ലബാസ LABASA, ലബാസ എന്ന് പറയുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഒരു പവർ വന്നിട്ട് ഈ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നെന്നും ഈ ഫോറസ്റ്റിനെ നശിപ്പിക്കുന്ന ആൾക്കാരെ പണിഷ് ചെയ്യുന്നെന്നും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഇല പോലും പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നാൽ അത് കൊണ്ടുവരുന്ന ആളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ ലബാസയുടെ പവർ എന്നാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഇവരുടെ ഈ ട്രൈബൽ ലീഡേഴ്സ് ഇവിടെ പൂജകൾ നടത്തിയിരുന്നെന്നും അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു, ഇപ്പോഴും നടത്തുന്നെന്ന് തോന്നുന്നത്, ഇയർലി ഓൺസോ മറ്റോ. പക്ഷേ ഓവറോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുള്ളി പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു എന്നല്ലാണ്ട് ആ സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാരണം പുള്ളിയുടെ വോയിസ് ഞാൻ പറഞ്ഞല്ലോ പുറമേക്ക് വരാൻ പാടില്ല എന്ന് പുള്ളിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ മേഘാലയ പോകുന്നെങ്കിൽ ഇത് കാണുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത് ഭയങ്കര ഒരു വർത്ത് വിസിറ്റാണ്. അത് പോയില്ലെങ്കിൽ നഷ്ടമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ എത്തുന്ന സമയത്ത്
നിങ്ങൾക്കൊരു ഫുൾ ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേവിഡ് സ്കോട്ട് ട്രെയിൽ എന്നൊരു ട്രാക്കുണ്ട്. കുറച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതും ട്രൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡേ, കാരണം അത് ഇതിനടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ഞങ്ങൾക്കത് പറ്റിയില്ല, കാരണം ഞങ്ങൾക്കത് വേറെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതും വർത്ത് വിസിറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ഇവിടെ അടുത്ത് തന്നെ, ഷില്ലോങ്ങിൽ അടുത്തായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈസിയായിട്ട് എത്തിപ്പെടാം. ഷെയർ ടാക്സി വെച്ചോ അല്ലെങ്കിൽ ലോക്കൽ ടാക്സി ഹയർ ചെയ്തോ ഒക്കെ എത്താം. ഈ മേഘാലയയിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന സാധനം ഭയങ്കര ശോകമാണ്. മോസ്റ്റ്ലി അവിടെ ഷെയർ ടാക്സീസ് ആണ് പോകുന്നത്, സുമോസാണ് പോകുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ ഷില്ലോങ്ങിലേക്ക് എത്താം, ഷില്ലോങ്ങിൽ നിന്ന് ഈ സാക്രഡ് ഫോറസ്റ്റിലേക്ക് എത്താം. ഗൈഡിനെ ഹയർ ചെയ്യുക, കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കൽ പോലും ഒരു കല്ലോ ഒരു ഇലയോ പോലും പുറമേക്ക് കൊണ്ടുവരാതിരിക്കുക. അത് അവരുടെ വിശ്വാസമാണ്. ഗൈഡ് മാൻഡേറ്ററി ആണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ എത്രയൊക്കെ വീഡിയോസ് കണ്ടാലും എന്തൊക്കെ ഞങ്ങൾ സ്റ്റോറീസ് പറഞ്ഞാലും അവിടെ ചെല്ലുന്ന നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഫീലിങ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എങ്ങനെ ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എല്ലാവർക്കും സ്നേഹം മാത്രം. അടുത്ത് എന്താ പറയുക, ഇനി കുറച്ച് വീഡിയോസ് കൂടി വരുന്നുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഷില്ലോങ് ഡയറീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലവ് യു ഓൾ, ബൈ.